أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا. ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 902 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 70 മുതൽ 72 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കർറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا. ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. صدق الله العلي. സൂറത്തുൽ ഇസ്രായിലെ 70 മുതൽ 72 വരെയുള്ള ആയത്തുകളാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. കരയിലും കടലിലുമായി മനുഷ്യന് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അത്തരം പ്രതിസന്ധികളോ ഭീഷണികളോ മുന്നിലെത്തുമ്പോൾ മനുഷ്യരെടുക്കുന്ന നിലപാടുകളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു. കടലിൽ മനുഷ്യൻ വലിയ അപകടത്തിൽ വളരെ ഭീഷണമായ സാഹചര്യത്തിലൊക്കെ എത്തുമ്പോൾ അവൻ മറ്റെല്ലാറ്റിനെയും കൈയൊഴിഞ്ഞ് ഏകനായ സ്രഷ്ടാവിന്റെ നേരെ അവനോട് കേണുകൊണ്ട് അവനോട് സഹായം തേടിക്കൊണ്ട് അവന്റെ നേരെ കൈകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ അള്ളാഹു ഇടപെട്ടുകൊണ്ട് അവനെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ കൃതജ്ഞത കാണിക്കുന്നവനായി, നന്ദികേട് കാണിക്കുന്നവനായിട്ട് മാറുകയും ചെയ്യുന്നു. ഇക്കാര്യമാണ് അള്ളാഹു അവിടെ പരാമർശിക്കുകയുണ്ടായത്. കരയിൽ അവൻ സുരക്ഷിതനാണ് എന്നാണ് അവൻ കരുതുന്നത്. കരയിൽ അവൻ നിലക്കൊള്ളുന്ന ഇടം ഭൂമിക്കടിയിലേക്ക് അങ്ങ് ആണ്ടുപോയാൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അവൻ നിർഭയനായിട്ട് കഴിയുകയാണ്. ഇനി അതല്ല, സമുദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി അവന് തിരിച്ചു പോകേണ്ടി വരികയും അങ്ങനെ അവന്റെ നേരെ അതിശക്തമായ കാറ്റ് ആഞ്ഞു വീശുകയൊക്കെ ചെയ്യുകയും അവൻ കടലിൽ ആഴ്ത്തപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അവൻ നിർഭയനായിട്ട് കഴിയുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുകയുണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ
മനുഷ്യന് അവന്റെ സ്വത്വപരമായ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയും അവനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൃഷ്ടാവായ റബ്ബ് ആണ്. അവനോടാണ് മനുഷ്യൻ വിധേയപ്പെടേണ്ടിയിരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയാണ് ഇവിടെ പരാമർശിക്കുകയുണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ഭാഗം നോക്കുക. വലഖദ് കർറംനാ ബനീ ആദം, നിശ്ചയമായിട്ടും ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികൾക്ക് വളരെ ആദരണീയമായ ഒരു പദവിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇബ്ലീസിനെ പോലും പ്രകോപിപ്പിക്കുവാനും ശുണ്ഠി പിടിപ്പിക്കുവാനും ഒക്കെ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ആദരണീയത മനുഷ്യന്, ആദമിനും ആദമിന്റെ സന്തതികൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇക്കാര്യം നേരത്തെ പരാമർശിക്കപ്പെട്ടതും അത് സംബന്ധമായ ചർച്ച ആയത്തുകളിൽ കടന്നു വന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അള്ളാഹു വളരെ സ്പെസിഫിക് ആയിട്ട് അതിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് വലഖദ് കർറംനാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യവർഗത്തിന് അള്ളാഹു വലിയ ആദരണീയത നൽകിയിട്ടുണ്ട്. അവന്റെ ശരീരഘടനയിൽ അതുണ്ട്. അവന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തില് ആ ആദരണീയത കാണാൻ കഴിയും. സ്വഭാവപരമായ, സാംസ്കാരികമായ, നാഗരികമായ മനുഷ്യന്റെ സാധ്യതകളിലൊക്കെ തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ ആദരണീയത നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തില് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാനും വിലയിരുത്താനും അതിനെക്കുറിച്ച് ആഴത്തില് മനനം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരേ ഒരു സ്പീഷീസ് അത് മനുഷ്യനാണ്. മനുഷ്യനെയാണ് അവൻ ഖലീഫയായിട്ട് ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഭൂമിയിൽ പ്രത്യക്ഷത്തില് ഒരു അധികാരി വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഭൂമിയുടെ ഈ ആവാസ വ്യവസ്ഥയില് അതിന്റെ ക്രമീകരണങ്ങള്, ആസൂത്രണങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ദൈക്ഷണികമായ കഴിവുകൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇവിടെ വേണ്ട വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങള് നിർവഹിക്കുന്നതിന് ഉപകരിക്കുന്ന ശരീരഘടനയാണ് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ളത്. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കൈവിരലുകള് മാത്രം നിരീക്ഷിച്ചാൽ മതി. മറ്റൊരു ജീവിവർഗത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണം എന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. മനുഷ്യനെയാണ് ജീവജാലങ്ങള് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ സമീപിക്കുന്നത് നമ്മൾ കാണുന്നത്. അവര് ഏതെങ്കിലും വിധത്തിൽ ഒരു മനുഷ്യനോട് ആ കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. ജീവജാലങ്ങള് മനുഷ്യനുള്ളത് പോലെയുള്ള സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന കൈവിരലുകളും ശരീരഘടനയും ഉള്ളതല്ല ഈ ജീവജാലങ്ങളും പക്ഷികളും ഒന്നും തന്നെ. വളരെ പരിമിതമായിട്ട് മാത്രമാണ് അവർക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിധത്തില് ഇടപെടാൻ സാധിക്കുക. മനുഷ്യന്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ അവന് പ്രാപ്തി നൽകുന്ന ശരീരഘടന, മനുഷ്യന്റെ കൈകാലുകള്, അവന്റെ ചലനശേഷി, അവന്റെ കൈകള് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതും നിർമ്മിക്കാനും രൂപം കൊടുക്കാനും പലതിനെയും ഷെയ്പ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന അവന്റെ കരവിരുത്, ആശയങ്ങളെ മനസ്സിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങളെ കൺസീവ് ചെയ്യാൻ, ഒരു ഇമേജ് മനസ്സിൽ രൂപപ്പെടുത്താനും എന്നിട്ട് അതിന് ഒരു ദൃശ്യരൂപം നൽകാനും ഒക്കെയുള്ള മനുഷ്യന്റെ സാധ്യത, ഇതൊക്കെ മനുഷ്യനെ വളരെ വേറിട്ട വ്യത്യസ്തനായ ഒരു സ്പീഷീസ് ആക്കി മാറ്റുന്നുണ്ട്. വേറെ ജീവജാലങ്ങള്
പ്രത്യേകിച്ച് പരിണാമവാദത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തില് നമ്മൾ ഇതര ജീവജാലങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ മനുഷ്യനെ ബാക്കി ജീവി ശൃംഖലകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യതിരിക്തനാക്കി മാറ്റുന്ന ചില ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിണാമവാദികള് അത് പരിണാമം വഴി ഉണ്ടായതാണ് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം അവഗണിക്കാം. അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള വളരെ വിശിഷ്ടമായ സാധ്യതകളാണ് അവന്റെ കൈവിരലുകൾ രൂപപ്പെടുത്തിയതിലും അവന്റെ നട്ടെല്ലിന്റെ നിവർന്നു നിൽക്കാനുള്ള പ്രാപ്തി നൽകിയതിലും അവന്റെ കാര്യങ്ങളെ മനസ്സിൽ ഒരു ചിത്രമായിട്ട് കാണാനുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഒരു സംഗതിക്ക് ഒരു ആശയത്തിന് ഒരു രൂപം നൽകാൻ മനസ്സിൽ അവന് സാധിക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ ഇമാജിനേഷൻ എന്നാണ് പറയുന്നത്. ഭാവനയിൽ കാണാൻ സാധിക്കുന്നു. എന്നിട്ട് അവന്റെ കൈവിരലുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് നിർമ്മിക്കാൻ മനുഷ്യന് സാധിക്കുന്നു എന്നതൊക്കെ മനുഷ്യനെ വളരെ വ്യത്യസ്തമായ ഒരു പദവിയിൽ എത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഭൂമുഖത്തെ പൊതുകാര്യങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ആസൂത്രണം ചെയ്ത് മേൽനോട്ടം വഹിക്കാൻ ആരെയെങ്കിലും ഏൽപ്പിക്കാമെങ്കിൽ അത് സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യനെ മാത്രമാണ് അത് സാധിക്കുക എന്നത് നമുക്ക് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ ബോധ്യപ്പെടും. ഒരു ജീവജാലവും തന്നെ മറ്റുള്ള ജീവജാലങ്ങളുടെയോ പൊതുവായ പ്രപഞ്ച സംവിധാനത്തിന്റെയോ ആസൂത്രണ കാര്യങ്ങളോ അതിന്റെ ഇടപെടൽ കാര്യങ്ങളോ നിർവഹിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അത് ഒരു ക്രമീകരിക്കപ്പെട്ട രീതിയിൽ നേരത്തെ പ്രോഗ്രാം ചെയ്യപ്പെട്ട വിധത്തിലാണ് ഓരോ ജീവിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ, ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ്. വളരെ വ്യത്യസ്തമായ, വിഭിന്നമായ, വിശിഷ്ടമായ ഒരു കഴിവും വൈദഗ്ധ്യവും ഒക്കെയുള്ള വിധത്തിലാണ് ഓരോ മനുഷ്യനും പിറവിയെടുക്കുന്നത്. അവന് ആ കാര്യം, അവന്റെ ആ കഴിവും സിദ്ധിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭൂമുഖത്ത് പലതും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ച സംവിധാനത്തില് അവഗണിക്കാൻ കഴിയാത്ത ഒരു റോള് അവൻ പ്ലേ ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജീവജാലവും മറ്റൊരു ജീവിക്ക് കൂടുണ്ടാക്കി കൊടുക്കുന്നതോ മറ്റൊരു ജീവിക്ക് വേണ്ട ഭക്ഷ്യ സംവിധാനങ്ങൾ ഒരുക്കി വെക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള യാതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വിധത്തിലൊക്കെ കാര്യങ്ങളെ ക്രമീകരിക്കാനും സജ്ജീകരിക്കാനും സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ കഴിയുന്ന ഭാവനയും ദൈക്ഷണികമായ സാധ്യതകളും ശാരീരികമായ കപ്പാസിറ്റിയും ഒക്കെ ഉള്ളത് മനുഷ്യനാണ് എന്നതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന, പ്രത്യക്ഷത്തില് നമ്മൾ കാണുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അള്ളാഹു മനുഷ്യനെ ഏതൊക്കെ വിധത്തിൽ ആദരിച്ചിരിക്കുന്നു എന്നത് സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുമ്പോൾ നമുക്കതിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ വളരെയേറെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിന്റെ ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രം പരാമർശിച്ചു എന്നേ ഉള്ളൂ. വലഖദ് കർറംനാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ തീർച്ചയായിട്ടും നാം ആദരിച്ചിരിക്കുന്നു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ റഹ്മത്താണത്, നമ്മുടെ കാരുണ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഔദാര്യമാണ്. രണ്ട് പദങ്ങളാണ് ഖുർആൻ നിരന്തരം അള്ളാഹുവിനെ തന്നെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് റഹ്മാൻ എന്നതാണ്, മറ്റൊന്ന് റഹീം എന്നതാണ്. റഹ്മാൻ എന്നത് റബ്ബ് എന്നതിന് പകരമായിട്ട് വിശുദ്ധ ഖുർആനിൽ ചിലയിടത്തൊക്കെ ഉപയോഗിച്ചത് കാണാൻ കഴിയും. മാ യഖ്ബിലുഹുന്ന ഇല്ല റഹ്മാൻ എന്ന്, കാരുണ്യവാൻ അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല എന്ന് പക്ഷികളെ ആകാശത്തില് നിയന്ത്രണ വിധേയമായി അവ ആകാശത്തിൽ ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്നത് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ ഔദാര്യമാണത്. സകല ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള, അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള
വളരെ ഔദാര്യപൂർവമായ ചില കാര്യങ്ങൾ. റഹ്മാൻ എന്ന പദം സൂചിപ്പിക്കുന്നത് അതാണ് എന്നത് ഖുർആനിൽ റഹ്മാൻ എന്ന പദവും റഹീം എന്ന പദവും വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിച്ചതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുടെ ഘട്ടത്തില് അവനോട് കാരുണ്യത്തോടുകൂടി അള്ളാഹു അവൻ തിരിച്ചു വരുന്നതിനെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്. ഈ കാരുണ്യത്തിന്റെ ഈ കൃപാവായ്പിനാണ് റഹീം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നതെന്ന് കാണാൻ കഴിയും. റഹ്മാൻ എന്നത് ഒരു റബ്ബ് എന്നുള്ള നിലക്ക് സകല ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യത്തിന്റെ ഒരു പ്രകടനമാണെങ്കിൽ, റഹീം എന്നത് പിഴവ് സംഭവിച്ചു പോകുന്ന മനുഷ്യന് അവനിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ, അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അവൻ വളരെ കാരുണ്യപൂർവം കൃപാവായ്പോടുകൂടി അവനെ സ്വീകരിക്കുന്ന ആ കരുണയുടെ പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഗുണത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്ന വലഖദ് കർറംനാ ബനീ ആദം. നിശ്ചയമായിട്ടും നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സൃഷ്ടിപ്പിന്റെ തന്നെ ഭാഗമായിട്ട് മനുഷ്യന് നൽകിയിട്ടുള്ള വിശിഷ്ടതകളെ പരാമർശിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഈ പ്രയോഗം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് വഹമൽനാഹും, നാം അവരെ വഹിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ വാഹനത്തില് സഞ്ചരിക്കാൻ സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുകയുണ്ടായി. ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമായിട്ട്, കരയിലും സമുദ്രത്തിലുമായിട്ട് സഞ്ചരിക്കാൻ വേണ്ട വാഹന സൗകര്യവും നാം അവന് ഏർപ്പെടുത്തി കൊടുത്തു. ഞാൻ നേരത്തെ ഒരിക്കല് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭൂമുഖത്ത് മനുഷ്യൻ നേടുന്ന, മനുഷ്യൻ കൈവരിക്കുന്ന നാഗരികമായ എന്ത് നേട്ടവും തന്നെ അള്ളാഹു അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചത് കൊണ്ട് മാത്രം സാധ്യമായതാണ്. അള്ളാഹുവിന്റെ ആസൂത്രണത്തില് അള്ളാഹു ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് മനുഷ്യന് വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞതും കരയിലും കടലിലും സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ അവന് ഉണ്ടായി വന്നതും അതുപോലെയുള്ള പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. അവന്റെ മസ്തിഷ്കവും ആ മസ്തിഷ്കവും ഇമാജിനേഷനും ഒക്കെ ഉപയോഗിച്ച് ഒരു സംഗതി രൂപകൽപ്പന ചെയ്തുണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുന്നത് അതിനു വേണ്ട റോ മെറ്റീരിയൽസ് കൂടി അള്ളാഹു ഈ ഭൂമുഖത്ത് സജ്ജമാക്കി വെച്ചത് കൊണ്ട് മാത്രമാണ്. ആ ആശയം മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല. ആ വ്യക്തിക്ക് പോലും അതിന്റെ മേൽ നിയന്ത്രണമല്ല. നമ്മൾ കാണുന്നുണ്ട് ചില സന്ദർഭത്തിൽ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നമ്മൾ അത് ഉടനെ തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരാനോ ഇനി അതിന് പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അത് എഴുതി വെക്കാനോ ഒക്കെ ശ്രമിക്കും. എന്നിട്ട് മറ്റൊരു അവസരത്തിൽ അത് ചെയ്തു നോക്കാൻ വേണ്ടി ആലോചിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സംഗതികൾ, മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ആശയം തന്നെ നമ്മൾ മാസങ്ങളും വർഷങ്ങളും തപസ്സിരുന്നാൽ പോലും മറ്റൊരവസരത്തിൽ അത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ നിശ്ചയം അത് അവന്റെ മനസ്സിലേക്ക് വീണ്ടും വരേണ്ട എന്നാണെങ്കിൽ ആ ആശയം തിരികെ കൊണ്ടുവരാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല. അതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരാളും തന്നെ സ്വന്തം മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരാശയത്തിന്റെ പേരിൽ വല്ലാതെ മികവ് കാണിക്കുകയോ നിഗളിക്കുകയോ ഒന്നും ചെയ്യുന്നതിന് ഒരർത്ഥമില്ല. മനുഷ്യന്റെ മനസ്സിൽ ആശയം ഇട്ടു തരുന്നത് അള്ളാഹുവാണ്. അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ശാരീരികമായ ശേഷി അവന് നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അതിന് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഈ ഭൂമുഖത്ത് ലഭ്യമാക്കിയിട്ടുള്ളത് അള്ളാഹുവാണ്. അതുകൊണ്ട് വാഹനങ്ങള് കരയിലായാലും കടലിലായാലും അവന് സഞ്ചരിക്കാൻ വേണ്ട വാഹനങ്ങൾ നാം അവന് നൽകുകയുണ്ടായി എന്ന് അള്ളാഹുവിടെ പറയുമ്പോൾ അതില് ആരും ഒരു അതിശയോക്തിയും കാണേണ്ടതില്ല. ആത്യന്തികമായിട്ട് അത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെയും അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെയും ഒക്കെ
ഫലമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഈ ഹമൽന എന്ന് പറഞ്ഞ ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം നാം വഹിച്ചു, നാം ചുമന്നു എന്നൊക്കെയാണ്. ഹംല എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിന് അറബി ഭാഷയിൽ ഇന്ന് ഉപയോഗിക്കാറുള്ളത്. വഹിച്ചുകൊണ്ട് പോകുന്ന ഇതേ പ്രയോഗം ഇംഗ്ലീഷിലും ഉണ്ട്. അതാണ് കാരിയർ. കാരിയർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. അത് മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകാനുള്ളതായാലും അതല്ലെങ്കിൽ വല്ല ചരക്കുകൾ കൊണ്ടുപോകാനുള്ളതായാലും അതിനൊക്കെ നമ്മൾ ഈ പദം ഉപയോഗിക്കാറുണ്ട്, കാരിയർ എന്നുള്ള. അപ്പോ വഹമൽനാഹും നാം അവരെ വഹിച്ചുകൊണ്ട് പോകുന്നതിനുള്ള സംവിധാനം ചെയ്തു, അല്ലെങ്കിൽ വാഹനങ്ങൾ ഒരുക്കി. ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവന് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ നാം നൽകുകയുണ്ടായി. വറസഖ്നാഹും നാം അവർക്ക് വിഭവങ്ങൾ നൽകി. മിനത്വയ്യിബാത്ത്, ഉത്തമമായ നല്ല വിഭവങ്ങൾ. അവർക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ, ഏറ്റവും ഉത്തമമായ ത്വയ്യിബാത്തായ വിഭവങ്ങൾ തന്നെ നാം അവർക്ക് നൽകുകയുണ്ടായി. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട, നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചുകൊണ്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ തിന്നുന്ന ഭക്ഷണം ഒന്ന് കണ്ടു നോക്കുക. ഇതര ജീവജാലങ്ങള് ആർത്തിയോടുകൂടി തിന്നുകൊണ്ടിരിക്കുന്ന പലതും, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഉള്ള പൂച്ച, നായ പോലെയുള്ള ജീവജാലങ്ങൾ, അവ ഭക്ഷിക്കുന്നത് എന്താണ് എന്നതൊന്ന് നോക്കിയാൽ മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഈ ജീവജാലങ്ങൾ ഭക്ഷിക്കുന്ന സംഗതികളൊക്കെ അപേക്ഷിച്ച് എത്ര ത്വയ്യിബത്തായതാണ് എന്നത് നമുക്ക് വളരെ ലളിത യുക്തിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തെല്ലാം ജീവജാലങ്ങൾ ഭൂമുഖത്തുണ്ട്, ഓരോരുത്തരും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നതൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ. മനുഷ്യൻ ഭക്ഷിക്കുന്നത് എന്താണ് എന്നതും ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. എന്നിട്ട് ഭൂമുഖത്ത് ഭക്ഷണം കഴിക്കുന്ന ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം കഴിക്കുന്നത് ആരാണ് എന്നതും ഒന്ന് നമുക്ക് പഠന വിധേയമാക്കി നോക്കാവുന്നതാണ്. ഒരു കൗതുകത്തിന് വേണ്ടി അള്ളാഹു ഇവിടെ പറയുന്നത് വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, ഏറ്റവും ഉത്തമമായ ഭക്ഷ്യവിഭവങ്ങൾ നാം അവന് നൽകുകയുണ്ടായി. മനുഷ്യൻ ഭക്ഷിക്കുന്ന അതിന്റെ ഭക്ഷണ സാധ്യത ഏറ്റവും ഏറെ ഗവേഷണം മനുഷ്യൻ നടത്തിയിട്ടുള്ള ഒരു മേഖലയാണത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു അനുഭവ സമ്പത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലുണ്ട്. നിരന്തരമായി മനുഷ്യൻ പുതിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും മെച്ചപ്പെട്ട സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നതിന്റെ ഒരു രീതിയാണത് എന്നത് നമുക്ക് കാണാൻ കഴിയും. വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, നേരത്തെ പറഞ്ഞ വിധത്തില് കരയിലും കടലിലും മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തില് വാഹനങ്ങൾ അള്ളാഹു ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോ വേറെ ഏത് ജീവജാലങ്ങൾക്കാണ് സമാനമായ ഒരു സാധ്യത ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് എന്നത് ഒന്ന് ആലോചിക്കാവുന്നതാണ്. മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ത്വയ്യിബത്ത് എന്ന് തന്നെ പറയാവുന്ന ഭക്ഷ്യ വസ്തുക്കൾ, ഇത് നാം അവർക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്ന, നാം സൃഷ്ടിച്ച എത്രയോ ജീവജാലങ്ങളെക്കാൾ നാം അവർക്ക് ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തില് വളരെ സൃഷ്ടിജാലങ്ങളെക്കാൾ ഫضല്, ശ്രേഷ്ഠതയും ആദരണീയതയും നാം മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വഫദ്ദൽനാഹു, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ നാം ശ്രേഷ്ഠതയുള്ളവരാക്കിയിരിക്കുന്നു. അലാ കസീർ, ഒരുപാട് പേരെക്കാളും, മിമ്മൻ ഖലഖ്ന, നാം സൃഷ്ടിച്ച മറ്റ് ഒട്ടനവധി ജീവജാലങ്ങളെക്കാളും മനുഷ്യന് നാം ശ്രേഷ്ഠത
നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മിമ്മൻ ഖലഖ്ന തഫ്ളീല, അത് ഫദ്ദൽന എന്ന് പറഞ്ഞതിന്റെ വേറൊരു രൂപമാണ് തഫ്ളീല. വളരെ വിശിഷ്ടമായ ഒരു ശ്രേഷ്ഠത. ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവനെ വ്യതിരിക്തനും വ്യത്യസ്തനുമാക്കുന്ന വിധത്തിൽ മനുഷ്യന് നാം നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ വിശദമായിട്ട് നമുക്ക് പഠനത്തിനും അപഗ്രഥനത്തിനും ഒക്കെ വിധേയമാക്കാവുന്ന ഒരു വിഷയമാണ്. സകല ജീവജാലങ്ങളെയും മനുഷ്യനുമായി തട്ടിച്ചു നോക്കിക്കൊണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വിധത്തിലുള്ള ഔന്നത്യം മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്നു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് അള്ളാഹു മനുഷ്യന് ഈ ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത് എന്നത് മനുഷ്യന് ആലോചിക്കാവുന്നതാണ്, പഠന വിധേയമാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് സംസ്കാരം എന്നൊരു സംഗതി മനുഷ്യന് മാത്രം അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. ഓരോ കാര്യത്തിലും മനുഷ്യന് നല്ലതും ചീത്തയും ഒക്കെയായ സാംസ്കാരികമായ രീതികളുണ്ട്. അവന്റെ ഭക്ഷ്യരീതികളില്, വ്യക്തിബന്ധങ്ങളില്, ലൈംഗികതയില്, സംസാരത്തില്, ഭാഷയില്, അതുപോലെ സാമൂഹ്യമായ സമ്പർക്കങ്ങളില്, ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളെയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വളരെ ശ്രേഷ്ഠതയുള്ളതായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. മനുഷ്യന്റെ സംസ്കാരം, അവന്റെ വസ്ത്രധാരണ രീതി, അവന്റെ പെരുമാറ്റ മര്യാദകൾ, അങ്ങനെയുള്ള സംഗതി, ഇത് മനുഷ്യൻ ഏറ്റവും നികൃഷ്ട ജീവിയേക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാധ്യത മനുഷ്യനുണ്ട്. അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നികൃഷ്ടനായി മനുഷ്യന് മാറാൻ കഴിയുന്ന ഒരു സാധ്യത. അതേ സമയത്ത് മനുഷ്യന് അവൻ ദിശാബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, സന്മാർഗബോധം അവനെ സ്വാധീനിക്കുന്നുവെങ്കിൽ അവൻ വളരെ വിശിഷ്ടനായ, വളരെ ആദരണീയനായ, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു സ്പീഷീസ് ആയിട്ട് മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്ന തഫ്ളീല, നാം സൃഷ്ടിച്ച ഒട്ടുമിക്കവയേക്കാളും ഉയർന്ന ശ്രേഷ്ഠതയോടുകൂടിയാണ് മനുഷ്യൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന് നാം അത്ര വലിയ ശ്രേഷ്ഠതയാണ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇനി ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. യൗമ, ഒരു നാൾ. ആ നാളിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ് ആ നാളിന്റെ പ്രത്യേകത? നദൂ കുല്ല ഉനാസിൻ ബിഇമാമി, ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ മനുഷ്യ വിഭാഗവും അവരുടെ ഇമാമിനെയും കൊണ്ട് വരുന്ന നാളിൽ, നാം അവരെ വിളിക്കുന്ന നാളിൽ, നദൂ, നാം വിളിച്ചു ചേർക്കും. ആരെയാണ്? കുല്ല ഉനാസിൻ, ഓരോ ജനവിഭാഗങ്ങളെയും, ബി ഇമാമിഹി, അവരുടെ നായകനുമായിട്ട്, അവരുടെ നേതാവിനെയുമായിട്ട് വരാൻ വേണ്ടി ഓരോ ജനവിഭാഗത്തെയും നാം വിളിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നു. ഈ ഇമാം എന്ന പ്രയോഗം, ആ പദം പല അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ്, മറ്റൊന്ന് മാതൃക എന്നുള്ള അർത്ഥത്തിലാണ്, മറ്റൊരർത്ഥം മുന്നിൽ നടക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. വേറെ ഒരർത്ഥം കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ്, ഒരു പുസ്തകം എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങളിലൊക്കെ ഖുർആൻ ഇമാം എന്ന വാക്ക് ഉപയോഗിച്ചേ കാണാൻ കഴിയും. ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. ആ നാളിൽ നദഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം, ഓരോ സമൂഹത്തെയും, ഓരോ മനുഷ്യ വിഭാഗത്തെയും, അവരിൽ ഓരോ വ്യക്തികളെയും അവരുടെ നേതാവിനോടൊപ്പമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥവുമായിട്ട് വരാൻ വേണ്ടി നാം അവരെ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന ഒരു നാളിൽ അവരൊക്കെ തന്നെ ഹാജരാകും. അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു പ്രതിഷേധമോ എതിർപ്പോ കാണിക്കാൻ കഴിയാത്തവരായി അവര് തങ്ങളുടെ ആരെയാണോ അവര് ജീവിതകാലത്ത് പിൻപറ്റിയിരുന്നത്
ആ നേതാവിന്റെ പുറകിലായിട്ട്, അതല്ലെങ്കിൽ അവരോരോരുത്തരുടെയും ജീവിതരേഖ ഉൾപ്പെടുന്ന ഗ്രന്ഥവുമായിട്ട്, ജീവിതരേഖയുമായിട്ട് അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകും. ആ ഘട്ടത്തിൽ ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കാണോ അവന്റെ ജീവിത പുസ്തകം, ജീവിതരേഖ വലത് കൈയിൽ നൽകപ്പെട്ടിട്ടുള്ളത്, ഫഉലൈക യഖ്റഊന കിതാബഹു, അവര് ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, ആമോദത്തോടെ അവരുടെ രേഖകൾ, അവരുടെ കിതാബുകൾ വായിച്ചുകൊണ്ടിരിക്കും. വലിയ സന്തോഷത്തിൽ അവര് ആഹ്ലാദത്തോടെ ഉറക്കെ അവരവരുടെ രേഖ, ജീവിതരേഖ, അവരുടെ പുസ്തകം, അവരുടെ ജീവിത പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം അവർ ഉറക്കെ വലിയ ഊറ്റത്തിൽ വായിച്ചുകൊണ്ടിരിക്കും. വലായുള്ളമൂന ഫതീല, വളരെ നിസാരമായ ഒരു തരിമ്പ് പോലും അവരോട് അനീതി ചെയ്യപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അവർ ചെയ്ത ഒരു നന്മയുടെ ഒരു തരിമ്പ് പോലും അതില് രേഖപ്പെടാതെ പോയിട്ടുണ്ടാവില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വലായുള്ളമൂന ഫതീല, ഒരു ഫതീൽ എന്ന് പറഞ്ഞാൽ ഒരു കാരക്കയുടെ കുരുവിന്റെ മുകളിലുള്ള ഒരു നാര്, അതാണ് ഫതീൽ എന്നത് അറബി ഭാഷയിൽ അതാണ് സൂചിപ്പിക്കുന്നത്. അത്രയും നിസ്സാരമായ ഒരു കാര്യം പോലും മനുഷ്യന്റെ ജീവിത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തില് ഒരു കാരക്കക്കുരുവിലെ ഒരു നാര് പോലെയുള്ള ഒരു സംഗതി ഉണ്ടെങ്കിലും അവൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കിതാബില് രേഖപ്പെടാതെ പോവുകയില്ല. അവന്റെ കിതാബില് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. അത് നഷ്ടപ്പെടുത്തി എന്ന് പോലും അവന് ആ കിതാബിനെ പറ്റി പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അനീതി അവനോട് ഉണ്ടായി എന്നത് അവന് പറയാൻ കഴിയില്ല. ആ വിധത്തില് പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കിതാബുമായിട്ടാണ് ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ വരിക. അപ്പൊ ആരുടെ കയ്യിലാണ്, ആരുടെ വലത് കൈയിലാണ് ആ കിതാബ് നൽകപ്പെട്ടിട്ടുള്ളത്? അവൻ വലിയ ആഹ്ലാദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി എല്ലാവരും കേൾക്കട്ടെ എന്ന വിധത്തില് അതിന്റെ ഉള്ളടക്കം അവൻ വായിച്ചുകൊണ്ടിരിക്കും. വലായുള്ളമൂന ഫതീല, ഒരു തരിമ്പ് പോലും അവനോട് അതിക്രമം ചെയ്യപ്പെട്ടിട്ടുണ്ടാവുകയില്ല അവരോട്. അപ്പോ വമൻ കാന ഫീ ഹാദിഹി അഅമ, എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഈ ഭൂമുഖത്ത് അന്ധതയിൽ കഴിയാൻ ആര് തീരുമാനിച്ചുവോ ഫഹുവ ഫിൽ ആഖിറത്തി അഅമ, അവന് പാരത്രിക ലോകത്തും അന്ധതയിൽ തന്നെയായിരിക്കും. വഅളല്ലു സബീല, ഏറ്റവും പിഴച്ച എന്നല്ല, ഒരു അന്ധനേക്കാൾ പിഴച്ച വിധത്തിലാണ് അവരുണ്ടാവുക. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നാള് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഓരോ മനുഷ്യ വിഭാഗവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അവരുടെ നേതാവിന്റെ കീഴിലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെടുന്ന അവരുടെ ജീവിത പുസ്തകവുമായിട്ടോ കടന്നു വരും എന്നാണല്ലോ ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തില് ആരുടെ കയ്യിലാണോ, ആരുടെ വലത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളത് അവന് വലിയ സൗഭാഗ്യവാനായിട്ടായിരിക്കും അവിടെ ഉണ്ടാകുക. വലിയ സന്തോഷത്തിലായിരിക്കും. അവൻ വിജയികളുടെ കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവന്റെ ആ ജീവിത പുസ്തകം, അതിലെ മെച്ചപ്പെട്ട അവന്റെ പല കർമ്മങ്ങളും അവന് കാണാനിടയാകുമ്പോൾ അവനത് വലിയ ഊറ്റത്തോടു കൂടി അത് ഉറക്കെ വായിച്ചുകൊണ്ടായിരിക്കും അവിടെ വരിക എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനില് വേറെ ചിലയിടങ്ങളിലും ഈ വലത് കൈയിൽ നൽകപ്പെടുന്ന ഗ്രന്ഥത്തെ കുറിച്ചും അതുപോലെ ഇടത് കൈയിൽ നൽകപ്പെടുന്ന ഗ്രന്ഥത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു പോയ ആളുകൾക്കാണ്. അവര് വലിയ ആഹ്ലാദത്തോടു കൂടി എല്ലാവരെയും കാണിക്കാൻ വെമ്പൽ കാണിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥവുമായിട്ട് വരുന്നതെങ്കിൽ, ഇടത് കൈയില് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകള് അത് പുറകിലേക്കായിട്ട് മറച്ചു പിടിച്ച് ഒളിച്ചു പിടിച്ചുകൊണ്ടാണ്, അത് ആരെയും കാണിക്കേണ്ട, ആരും കാണണ്ട എന്ന വിധത്തിലുള്ള ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവുക എന്നാണ് വിശുദ്ധ ഖുർആനില് വേറെ ചിലയിടത്ത് ഇത് വിശദാംശങ്ങളോടുകൂടി പരാമർശിക്കപ്പെടുന്നത്.
സൂറത്തുൽ ഹാഖയില് 19 മുതൽ 28 വരെയുള്ള ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതിന്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ സൂറത്തുൽ ഇൻഷിഖാഖില് 7 മുതൽ 13 വരെയുള്ള ആയത്തുകളിലും ഈ വിശദാംശങ്ങൾ കാണാം. പിന്നെ ഇവിടെ സൂറത്തുൽ ഇസ്രായില് 70, 72 ആയത്തുകളിലാണ് നമുക്ക് ഇത് വീണ്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോ അന്ത്യനാളില് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ ഓരോരുത്തരും അവര് ഏതൊരു നായകനെയാണോ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചിരുന്നത് ആ നായകന്റെ പുറകിലായിട്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ വരിക. അതല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ ജീവിത ഏടുകളുമായിട്ടാണ്, അവരുടെ ജീവിത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകവുമായിട്ടാണ് കടന്നു വരിക. വലത് കൈയില് പുസ്തകം നൽകപ്പെട്ടിട്ടുള്ള ആള് വലിയ സന്തോഷത്തിലാണ് അതെല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് കടന്നു വരിക. ഇടതു കൈയില് നൽകപ്പെട്ടിട്ടുള്ളവര് അത് മറച്ചു പിടിക്കാനും ഒളിപ്പിച്ചു വെക്കാനും ഒക്കെയുള്ള ശ്രമത്തിലും അങ്ങേയറ്റത്തെ നാണക്കേട് അനുഭവിച്ചുകൊണ്ടുമാണ് അവിടെ കടന്നു വരിക. എന്നാൽ ഇങ്ങനെ വലത് കൈയില് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവം വലായുളമൂന ഫതീല, അവർക്ക് പ്രശംസ അർഹിക്കുന്ന ഒരു നിസ്സാരമായ കാര്യം പോലും ആ ഗ്രന്ഥത്തിൽ വിട്ടുകളഞ്ഞതായിട്ടോ അവരോട് എന്തെങ്കിലും അതിക്രമം ചെയ്തതായിട്ടോ അനീതി ഉണ്ടായതായിട്ടോ അവർക്ക് പരാതിപ്പെടാൻ സാധിക്കാത്ത വിധത്തില് വളരെ കൃത്യതയോടുകൂടി എല്ലാം അതിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. എന്നിട്ട് അള്ളാഹു നടത്തുന്ന ഒരു പ്രസ്താവന, വമൻ കാന ഫീ ഹാദിഹി അഅ്മ, ഈ ഭൗതിക ലോകത്ത്, ഈ ഐഹിക ലോകത്ത് അന്ധതയിൽ കഴിയാൻ ആരാണോ തീരുമാനിച്ചത്, ഈ ഭൂമിയിൽ വെച്ച്, ഈ ദുനിയാവിൽ വെച്ച് ഒരാള് അന്ധനായി കഴിഞ്ഞു എന്ന് വെക്കുക. അന്ധത ഇവിടെ കണ്ണുകളുടെ അന്ധതയല്ല സൂചിപ്പിക്കുന്നത്, മനസ്സിന് ബാധിക്കുന്ന അന്ധതയാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതി, സത്യം മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഇരുട്ടിനെ ആശ്ലേഷിച്ചുകൊണ്ട് കഴിയുന്ന തരം ആളുകൾ. ഈ ദുനിയാവില് അന്ധതയിൽ കഴിഞ്ഞുകൂടിയ ആള് ഫഹുവ ഫിൽ ആഖിറത്തി അഅ്മ, പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും അന്ധതയിൽ തന്നെയായിരിക്കും. എന്നല്ല, അന്ധനേക്കാൾ വഴിപഴച്ച അവസ്ഥയിലായിരിക്കും. അന്ധനേക്കാൾ ശരിയായ വഴിയിൽ നിന്ന് തെന്നിപ്പോയ അവസ്ഥയിലേക്കായിരിക്കും അവനെ കാണാൻ പറ്റും. അവൻ ഏത് ദിശയിലേക്ക് പോകുമ്പോഴാണോ അവന് വിജയം നേടാൻ സാധിക്കുക, അല്ലെങ്കിൽ വിജയികൾക്ക് നൽകുന്ന സ്വർഗത്തിലെത്താൻ കഴിയുക, നേരെ വിപരീത ദിശയിലായിരിക്കും അവൻ അങ്ങനെ പോകുന്നുണ്ടാവുക. ഒരു അന്ധൻ തപ്പിത്തടയുന്നതിനേക്കാൾ ദയനീയമായ ഒരു അവസ്ഥയിലായിരിക്കും ആ മനസ്സിന് അന്ധത ബാധിച്ച ആള് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ അന്ധത അനുഭവിക്കുന്നുണ്ടാവുക എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു ഓരോ മനുഷ്യനും ബുദ്ധിയും യുക്തിയും ധിഷണയും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ഉൾക്കാഴ്ചയുള്ളവരായിക്കൊണ്ട് ജീവിതത്തിൽ ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്. അത് പ്രയോജനപ്പെടുത്താതെ സ്വയം അന്ധതയിൽ കഴിയുന്ന ആളുകൾ, അത്തരം ആളുകളുടെ കാര്യത്തില് അവര് ഈ ഐഹിക ലോകത്ത് മാത്രമല്ല മരണാനന്തരം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിലും ആ അന്ധത അതിനേക്കാൾ പ്രയാസകരമായ വിധത്തിൽ അനുഭവിക്കുന്നവരായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിലെ 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. 70, 72 മുതൽ 72 വരെയുള്ള ആയത്തുകൾ. ഇന്നലെ ക്ലാസ്സിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു കമന്റ് SK എന്ന പ്രൊഫൈലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ വാചകം മാത്രം അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയാണ്: പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാത്ത സുന്ദരമായ ഒരു ലോകം സൃഷ്ടിച്ചിട്ട് അള്ളാഹു മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് പരിതപിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. ഇവിടെ മനുഷ്യനെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുകയും നന്ദി കാണിക്കണം എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്ന ദൈവം ചെയ്യും ദൈവം എന്ന് വിശ്വസിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തക്കും ആലോചനക്കും ഒരു ശരിയായ ഒരു ദിശാബോധം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളൂ. അദ്ദേഹം കരുതുന്നത് ദൈവം തന്നെ മനുഷ്യന്റെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുന്ന ഘട്ടത്തില് നിസ്സഹായതയിലാണ്, സഹായിക്കാൻ കഴിയാതിരിക്കുകയാണ്. അത് മനുഷ്യന്റെ
ഭാഗതയവുമായിട്ടൊന്നും ബന്ധമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ പ്രതീക്ഷയിലുള്ളത് ഈ ലോകമെല്ലാം ഭംഗിയായി ഗംഭീരമായി സജ്ജീകരിച്ചു വെച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിലായിരിക്കണം, അപ്പോ മനുഷ്യന് നന്ദിയുള്ളവനാകും എന്നൊക്കെയാണ്. എന്നാല് എന്നിട്ട് നന്ദികേട് കാണിക്കുന്നുണ്ടെങ്കിലല്ലേ പറയേണ്ടതുള്ളൂ എന്നൊക്കെയാണ്. ഇത് വളരെ ബാലിശമായ ഒരു ആലോചനയാണ്. നമ്മുടെ ചുറ്റുപാടില് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന പല സൗകര്യങ്ങളുടെയും അല്ലെങ്കിൽ പല സഹായങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ തിരിച്ചു കിട്ടുന്നത് എന്തൊക്കെയാണ് എന്നതൊന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ പോലും സ്വാഭാവിക യുക്തിയിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് വളരെ മർക്കടമായ ഒരു നിലപാടില് വളരെ ശാഠ്യം പിടിച്ചുകൊണ്ടുള്ള ഒരു ആലോചന വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടിൽ മാത്രം മനസ്സിൽ രൂപപ്പെടുന്ന തരം ആശയങ്ങളാണിത്. അതില് അള്ളാഹു അത്തരം ബുദ്ധിപരമായ ദുശാഠ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.